ബാത്റൂം പണിയാൻ പോവാണെന്ന്. ബാത്റൂം പണിയല്ല, ഇത് അതിന്റെ ഒരു പ്ലാൻ ഇങ്ങനെ നോക്കിയതാണ്. എന്താ ഈ പറയണത് വാസു? ഇപ്പൊ ഇവിടെ ബാത്റൂം പണിയാൻ ഇവിടെ പ്ലാൻ നോക്കണ എന്തിനാണ്? ഇയാളാ പണിയണത്. ആര് പണിതാൽ നിങ്ങള്? അതെ, നിങ്ങളെ പണിയുന്ന ആള്. അതെ, മൂപ്പർക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ താമസിക്കാൻ സൗകര്യം ഇല്ലാത്ത കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാണ്. അല്ലാണ്ട് ഇവിടെ സാധനം ഒന്നും പതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ഇയാളോട് പറയണ എന്തിനാ ചോദിച്ചാ പിന്നെ ഇവിടെ വന്നിട്ട് ബാത്റൂം മൂപ്പര് പണിയുന്ന ആള് അറിയണ്ടേ? ഇപ്പൊ കാര്യം എന്താന്നുള്ളത് അറിയണ്ടേ? ഇതിപ്പോ ആരെ തീരുമാനമാണ്? മല്ലികയുടെ തീരുമാനമാണ്. മല്ലിക അങ്ങനൊന്നും പറയണ്ട. ഇവിടെ ബാത്റൂം പണിയാൻ പറ്റില്ലെന്ന് ഓളോട് പറയാ, അല്ലെങ്കിൽ വിളിക്കും ഇങ്ങോട്ട്. ഇതൊന്ന് സംസാരിക്കും. എന്റെ മല്ലികയുടെ കാര്യമല്ല പറയണത്. ഏതാ മല്ലിക? ഭാര്യയുടെ പേര് മല്ലികയാണ്. നിങ്ങളുടെ ഭാര്യ മല്ലികയാണ്? അത് ശരി. നിങ്ങളുടെ ഭാര്യ മല്ലിക ബാത്റൂം പണിയാൻ പറഞ്ഞത് എന്താ? എന്റെ വീട്ടിൽ വന്നിട്ട് ഈ വീട്ടില് ബാത്റൂം പണിയണ കാര്യമല്ല നമ്മള് സംസാരിക്കണത്. അയാളുടെ വീട്ടില് ബാത്റൂം പണിയണ കാര്യമാണ്. അയാളുടെ വീട്ടില് ബാത്റൂം പണിയണ എന്തിനാണ് കുറ്റി അടിക്കണത്? ഒരു മിനിറ്റ് ഒന്നിട്ട് വന്നായി ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്താണ് എന്ത് കാര്യം പറഞ്ഞാലും ഇവിടെ നടക്കില്ല. ഞാൻ പറയണത് അത് മായ്ക്കണല്ല. ഇവിടെ ഗോപിച്ചേട്ടന്റെ വീട്ടില് ബാത്റൂം പണിയണ കാര്യം ആചാരിക്ക് ഒരു പണി കിട്ടണ കാര്യം വന്നതല്ലേ. എനിക്ക് കാര്യം മനസ്സിലാവണ്ട. ഇതൊന്നല്ല സംഭവം. ഇതിപ്പോ എന്താ വെച്ചാല് മൂപ്പർക്ക് ഒരു വീട് പണിയണം. അപ്പൊ അതിന്റെ പ്ലാന് ഇതാ നമ്മുടെ വാസുട്ടിയാണ് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ആ ബാത്റൂമാണ് ഇപ്പൊ ഇവിടെ പണിയണം എന്നുള്ളത് കാണിച്ചു കൊടുക്കണേ. ഇപ്പൊ കൊടുത്ത കിട്ടിയോ? അതാണ് ഇവിടെ പണിയണം. എന്തൊരു ഹാലാക്കത്! എന്താ എന്റെ തലയിലും കളിമണ്ണാണ്. ഇത് മൂപ്പരുടെ വീട് പണിയണ പ്ലാൻ ഒന്ന് വരച്ച് കാണിച്ചു കൊടുത്താന്ന്. ഇവിടെ പണിയാനല്ലാന്ന്. അത്രേ ഉള്ളൂ. ആദ്യം എനിക്ക് പറഞ്ഞൂടെ? വന്നപ്പോ തൊട്ട് പറയണല്ലേ, പറയാൻ സമ്മതിക്കണ്ടേ? എന്തായാലും അത് പറയാൻ വേണ്ടി വാ തുറക്കണ സമയത്ത് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ കാട്ടുക? ഒന്നാമത്തെ കാര്യം എനിക്ക് എന്തിനാ കേൾക്കുമ്പോ ആളെടുത്ത് അങ്ങോട്ട് ഇറങ്ങും. എന്താ നിങ്ങൾ എന്തിനാ പോയത്? ഒരു ലേശം മല്ലിപ്പൊടി ഉണ്ടാകാൻ കാണിക്കും. മല്ലിപ്പൊടി അല്ലാതെ കുമ്മായപ്പൊടിയാണ് ഇടുക വരക്കാന്. മല്ലിപ്പൊടിക്ക് വേണ്ടി പറഞ്ഞാണ് എന്നെ. ലേശം മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ എടുക്ക്. ഇതിന്റെ മല്ലിപ്പൊടിയും പറഞ്ഞു വിട്ട. മല്ലിപ്പൊടി ഇരിക്കണ്ട. മല്ലിപ്പൊടി ഇല്ലാത്ത വീടുണ്ടോ? അതെ ആചാരി, ഈ ഗോപിച്ചേട്ടന്റെ കാര്യം പറ. അത് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ നാളെ രാവിലെ അങ്ങോട്ട് വരാം. കുഴപ്പമില്ലല്ലോ. എന്താ കുഴപ്പം? പറഞ്ഞ അച്ചിട്ടതാണ്. അതെ, ദക്ഷിണ വേറൊന്നും വിചാരിക്കട്ടോ. അത് ഓളിങ്ങനെ അറിയാതെ വാങ്ങിക്കോ. വാങ്ങിക്കുന്നത് ഒരു സന്തോഷത്തിനല്ലേ. ഫീസ് രാവിലെ അതെ. ഈ വീടിന്റെ ഉമ്പർത്ത് വന്നിട്ട് കളിക്കുന്നത് അവിടെ പട്ടിയിൽ പോയിരുന്നു കളിച്ചോ നിനക്ക്? അച്ഛനെന്താ പറയുന്നത്? അകത്തിരുന്ന് കളിക്കാൻ പറയുമ്പോ പുറത്തിരുന്ന് കളിക്കാൻ പറയും, പുറത്തിരുന്ന് കളിക്കാൻ പറയുമ്പോ അകത്തിരുന്ന് കളിക്കാൻ പറഞ്ഞു. അച്ഛന് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി. ഞങ്ങൾ അകത്തിരുന്ന് കളിക്കണോ പുറത്തിരുന്ന് കളിക്കണോ? എടാ അവിടെ എവിടെയെങ്കിലും പോയിരുന്നു കളിച്ചോടെ. ഈ വീട്ടിന്റെ ഉമ്പർ തന്നെ വന്നിരുന്ന് കളിക്കണോ? ഞാൻ അച്ഛനങ്ങോട്ട് നോക്കിയാ അവിടെ കക്കൂസ പണിയാൻ പോവല്ലേ. എന്താണ് എന്താണ് എന്ത് അന്തം വിട്ട പരിശാലമായി നോക്കണം? എന്താ കാര്യം? എന്താ എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്കെന്തുദ്ദേശം? അത് അവനോട് ഇതാ ഒരു പ്ലാൻ വരച്ചു കൊടുക്കാൻ വേണ്ടി വേറെ എവിടുന്നോ വന്നേക്കാം. അല്ലാണ്ട് അവർക്ക് വരെ വെക്കാനൊന്നല്ല അവിടെ. അതല്ല മല്ലിപ്പൊടിന്റെ കാര്യം. മല്ലിപ്പൊടി എന്താണ്? ഇജ്ജ് മല്ലിപ്പൊടി കൊടുക്കാന്ന് പറഞ്ഞില്ല, അവിടെ കൊടുത്താല് മല്ലിപ്പൊടി എടുത്ത് കൊടുക്ക്. ഒന്നാമത്തെ കാര്യം ഓരിങ്ങോട്ട് വന്നത് തന്നെ തെറ്റാണ്. വേറെ കുടുംബത്തിൽ വന്നിട്ടാ താമസിക്കണേ. ഇപ്പൊ നല്ല രീതിയിൽ അവർക്ക് മല്ലിപ്പൊടി വെച്ചപ്പോ ആ മല്ലിപ്പൊടി ഇപ്പൊ എടുത്തരാട്ടോ പറഞ്ഞു. നല്ല ഇതിൽ വന്ന ഇനിയിപ്പൊ എന്താണ് ഇവിടെ വന്നിട്ട് എനിക്ക് മാറ്റം? കണ്ട ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഞാൻ എന്താ പിന്നെ തരൂല എന്ന് പറയണോ? അല്ല പറയണ്ട. ജംഗിൾ എടുത്ത് കൊടുത്താല് എനിക്ക് പറ്റില്ല. എന്ത് വർത്താനുണ്ട് റസേജ് പറഞ്ഞത്? വെറുതെ മനുഷ്യന് അതെ മല്ലിപ്പൊടി വെറുതെ കളിക്കാക്കണ്ട. എനിക്ക് ചില വേഷം കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ട് പറയണമെന്ന് ഇപ്പൊ മല്ലിപ്പൊടി ചോദിച്ചു ആദ്യത്തെ ദിവസം തന്നെ. ഇനിയിപ്പൊ ചോദിക്കൂ അരി എവിടെ, പഞ്ചാര എവിടെ, തേയില എവിടെ കൊടുക്കോ? നിങ്ങൾ പൊന്നാ രസ ഈ ആവശ്യമില്ലാത്തൊന്നും വായിക്കാൻ നിൽക്കണ്ട. ഇതിപ്പോ അവരൊന്നും ഇതൊന്നും വന്ന് ചോദിച്ചല്ലോ. ഒരു ഇത്തിരി മല്ലിപ്പൊടി ആ കൂട്ടാనికి തരുന്നില്ല ഒന്ന് ചോദിച്ചു. ആ ഒന്ന് പിഞ്ച് കൊടുക്കാന്നും പറഞ്ഞു. ഇനിയിപ്പൊ ഞാൻ എന്ത് പോയിട്ട് പറഞ്ഞ അവിടെ അവിടെ ഇല്ലാന്ന് പറയുന്നത്? എങ്ങനെ എടുത്തു കൊടുക്കാൻ ഈ വെറുതെ കളിക്കാൻ കണ്ട്? നിങ്ങൾക്ക്
ഓർക്കോ ബുദ്ധിയില്ല, ഓർക്കെങ്കിലും ബുദ്ധി വേണ്ടേ? കണ്ടോന്റെ വീട്ടിൽ നിന്ന് മല്ലിപ്പൊടി ഇറക്കാൻ വന്നിക്കണ്. അപ്പോള് പറയണൊക്കെ കണ്ടോന്റെ വീട്ടിലോട്ട് ഞാൻ ഓനും തമ്മിലുള്ള ബന്ധം അറിയില്ലേ? അറിയില്ല എനിക്ക്. ഞാൻ അതൊക്കെ പോട്ടെ, ആ തള്ളി ഞാൻ തമ്മിൽ മതിയാ ഇങ്ങടെ കഥ കേട്ടു. അതെ, ഇതിപ്പോ വർത്താനം തന്നെ ഞാൻ തല്ലൂടാനും വഴക്കിനും വന്നല്ല. അപ്പൊ ആൾക്കാർ കേൾക്കും. ഒന്നാമത്തെ നമ്മൾ ഇവിടെ കിടന്നത് ഒന്നും തല്ലൂടാൻ കണ്ട. നമ്മള് പോയിട്ട് പറയും ഇവിടെ മല്ലിപ്പൊടി ഇല്ല, ഇവിടെ ഒക്കെ നോക്കിക്കണ് മല്ലിപ്പൊടി ഇല്ലാന്ന് പോയി പറയും. കണ്ണിച്ചോറിലാണ്ട് ഈ സംസാരിക്കരുത്. നിന്റെ ഒരു കച്ചവടത്തിന് വേണ്ടി ഒരു കായ് ചെലവാക്കിയിട്ട് ഓന്റെ പൊരയുടെ തപ്പോ ജപ്തിയായിട്ട് അവിടുന്ന് ഇറങ്ങി വന്നേക്കാണ് ഓന്. ഇപ്പൊ അന്റെ ഒരു മല്ലിപ്പൊടിക്കാണ് ഇത്ര വലിയ വില. ഈ വെറുതെ വേഷം കെട്ടിനെ കണ്ട മുതൽ അങ്ങോട്ട് കൊടുത്തു കൊടുക്കും. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്റെ മല്ലിപ്പൊടി ഞാൻ കൊടുക്കൂല. കൊടുക്കൂല അത് എന്താ മല്ലിപ്പൊടി എന്താണ് ഇത്ര വലിയ വില കാണിക്കാൻ? എനിക്ക് വെറുതെ വർത്താനിക്കാൻ എടുത്ത് കൊടുക്കണ്ടേ? കൊടുക്കൂല കൊടുക്കൂല എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കാത്ത? അയക്കറണോ? ഞാൻ മേടിച്ച മുതലാണ്. എന്താണ് പിന്നെ എനിക്ക് കൊടുക്കാത്ത പ്രശ്നം? കണ്ടോരാണ് ഈ വർത്താനത്തിന് നിൽക്കട്ടെ. മുതലിങ്ങനെ എടുക്കണേ ഈ വർത്താനത്തിന് കണ്ടു കൊടുക്കൂല. എനിക്കറിയാം എന്തിനാണ് പന്നോട് ചോദിക്കണേ? എനിക്കറിയാം എന്റെ പറ്റാണ് ഈ മര്യാദക്ക് എടുക്കാതെ. മുഴുവൻ കൊടുക്കണേ മുഴുവൻ കൊടുക്കും. എന്റെ സ്വഭാവം നോക്കി നിൽക്കാൻ പറ്റില്ല. ഈ മനുഷ്യനെ പ്രാന്ത് പിടിക്കാണ്ട എടുക്ക് കയ്യിലാണ് കൊണ്ടുപോകണ ഒരാൾ സാധനം ചോദിച്ചാല് പിന്നല്ലാതെ കയ്യിൽ കൊടുക്കേ. ഒരാളൊരു മുതൽ ചോദിച്ചാൽ ഈ ഒരു പാത്രത്തിൽ വേഷകെട്ട് നിൽക്കാണ്ട് അതൊക്കെ കണ്ണു മോന്തം കണ്ടിട്ടേ. ഇതെന്താണ്? എന്ത് ചമ്മന്തി ഇറക്കാനാ? മര്യാദക്ക് ഒരു കൂട്ടാനിലേക്കുള്ള കൊടുക്കണ്ടേ? എന്ത് കാണിക്കണേ? നിങ്ങളല്ലേ പറഞ്ഞ ഒരു കൂട്ടാനത് മതിയെന്ന് മെല്ലെ പറയും. സമാനം ഉണ്ടാക്ക ആൾക്കാർ കേൾക്കും. ഇത് കൊണ്ടുപോകാൻ പറ്റൂല. ഒരാൾക്കൊരു മുതല് കൊടുക്കണ്ടേ? മല്ലിപ്പൊടിന്റെ കൂട്ടാനാ സമാനിക്കേ. ഞാൻ മേടിച്ചോണ്ടരാ. ഇതിപ്പോ ഇത് അങ്ങോട്ട് കൊടുത്തു വെച്ചിട്ട് എനിക്ക് കുറയൊന്നുമില്ല. ഞാൻ അടുത്ത പുതിയ പാക്കറ്റ് മേടിച്ചോണ്ടാ. ഇരിക്കട് ഇതും കൂടി ഉള്ള ഇനി എന്നോട് ചോദിക്കരുത്. എന്റെ സ്വഭാവം വല്ലാണ്ട് മാറിക്കൊണ്ട് അവര് വന്നപ്പോ തുടങ്ങിയതാണ്. എനിക്ക് ഇഷ്ടല്ല തന്നെ. ഇഷ്ടല്ല. മനുഷ്യന്മാരെ കുറച്ച് ബുദ്ധിയെങ്കിലും വേണം. ഇവിടത്തൊക്കെ കൊണ്ട് കൊടുക്കാം. അച്ഛമ്മ എന്റെ കാർ എവിടെ? ഞാനിപ്പൊ നിന്റെ കാറ് ഞാനെടുത്ത് മുന്തിയിൽ വെച്ചിരിക്കുന്നത്. നിനക്ക് എന്തിയാ? അച്ഛമ്മല്ല കാർ എടുത്തത്. ഞാൻ കാർ എടുത്താ? നിന്റെ കാർ ഞാൻ എന്തിനാ എടുക്കുന്നത്? നിങ്ങൾ കളിച്ചോണ്ടിരുന്നതല്ലേ? ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോ അച്ഛമ്മ എടുത്ത് വെക്കണ ഞാൻ കണ്ട്. എടാ ഞാൻ വീട്ടിൽ സാധനം പറക്കാൻ നോക്കോ നിന്റെ കാർ എടുക്കാൻ കാറ് വേണ്ട, എനിക്ക് വിമാനം മേടിച്ച. ഇതൊന്ന് താഴോട്ടോ. എന്തോരം അനുസരണ. തന്ത വിമാനത്തിൽ കയറിയതാണ് ലാലാ അടിച്ചോണ്ട് കിടക്കുന്നത്. എന്റെ അച്ചു, നീ അപ്പത്തെങ്ങാനും പോയിരുന്നേ? നല്ല പിന്നെ പൊടി ഇനി ഇതില്ലാണ്ട കറി ശരിയാവാതിരിക്കണ്ട. അയ്യോടാ, മല്ലിപ്പൊടി അല്ല മഞ്ഞപ്പൊടി അല്ലേ വാങ്ങിക്കാൻ പറഞ്ഞത്? എന്ത് മഞ്ഞപ്പൊടിയാ ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞത്? എന്റെ അമ്മ, നിങ്ങൾ മല്ലിപ്പൊടി എന്റെ അടുത്ത് പറഞ്ഞത്. എടാ ഞാൻ പറഞ്ഞത് മഞ്ഞപ്പൊടിയെന്നാ. നീ എന്ത് പൊടിയെന്നാ പറഞ്ഞത് എന്റെ അടുത്ത്? എന്റെ ഏട്ടാ, ഞാൻ മഞ്ഞപ്പൊടി മേടിച്ചോണ്ട് വരാനാണ് പറഞ്ഞത്. നീ കുന്താണ് പറഞ്ഞത്. നീ മല്ലിപ്പൊടി എന്റെ അടുത്ത് പറഞ്ഞത്. അമ്മേ, ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയണത്? ആദ്യം നിങ്ങൾക്ക് ഏത് പൊടിയാ വേണ്ടത് തീരുമാനിക്കുക. ചേട്ടാ, എനിക്ക് മഞ്ഞപ്പൊടിയാണ് വേണ്ടത്. മഞ്ഞപ്പൊടി. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മനുഷ്യട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അത് തന്നെ ഞാനും പറയുന്നത്. മനുഷ്യനെ കഷ്ടപ്പെടുന്നതിന് പരിധിയുണ്ട്. താങ്കോട്ട് കൊണ്ടുപോ. മുത്തേ, അച്ഛനോട്ടൊരു കാര്യം ചെയ്യോ? ഇപ്പൊ തന്നെ ഇത് മല്ലിപ്പൊടിയല്ലേ? ഈ മല്ലിപ്പൊടി അവിടെ കൊടുത്തിട്ട് മഞ്ഞപ്പൊടിയാണ് വേണ്ടത് റസിയാത്ത, ഒരു ഇത്തിരി മഞ്ഞപ്പൊടി വേണമെന്ന് പറ. തരും. ശരി അച്ഛാ, നമ്മുടെ കുടുംബം മൊത്തം തന്നെ ആവശ്യമില്ലല്ല. അച്ഛന് മാത്രം തെണ്ടിയാ പോലെ. കേട്ടോ, ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. അപ്പൊ കാറില്ല. പോടാ അവിടെ നിന്ന്. കാറ്
കാറ് കൂടെ വിടെ കൂട്ടിനകത്തൊരു കാറുണ്ടോ? ചെറിയൊരു അബദ്ധം പറ്റി. ഇതിപ്പോ മല്ലിപ്പൊടിയല്ലേ? അതെ മല്ലിപ്പൊടിയല്ലേ ചോദിച്ചത്? മല്ലിപ്പൊടി ഇല്ലാത്ത വീടില്ലല്ലോ. അല്ല മല്ലിപ്പൊടിയാ ചോദിച്ചത് ഇവിടെ. ചോദിച്ചത് മല്ലിപ്പൊടിയാണ്, പക്ഷെ മഞ്ഞപ്പൊടിയാ വേണ്ടത്. ഇത് മഞ്ഞപ്പൊടി എടുത്തു കൊടുത്ത. അല്ല മഞ്ഞപ്പൊടി ഇല്ല. മഞ്ഞപ്പൊടി കഴിഞ്ഞിരിക്കല്ലേ? ഇന്നലെ കൊണ്ടുവന്നില്ല, അതിന് എടുത്തോൾക്ക്. ഇന്നലെ എവിടുന്ന് കൊണ്ടുവന്ന്? എന്താ പറഞ്ഞത്? ഇന്നലെ മഞ്ഞപ്പൊടി മേടിച്ചോണ്ടുണ്ട്, അത് എടുത്തു കൊടുക്കാത്. നിങ്ങൾ എന്താ പറയണ? ഒരാഴ്ച കഴിഞ്ഞാൽ അങ്ങടെ പിന്നാലെ നടക്കണ് മഞ്ഞപ്പൊടി ഇല്ല മഞ്ഞപ്പൊടി ഇല്ലാന്ന്. നിങ്ങൾ വാങ്ങിയിട്ടില്ലല്ലോ. മെസ്സേജ് പറഞ്ഞൊക്കെ ശരിയാണ്. നമ്മള് 4-5 ദിവസമായിട്ട് എന്നോട് സാധനം മേടിക്കാൻ മറക്കും. ഇന്നലെ ഞാൻ അത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ മേടിച്ചോണ്ടെന്ന്. ആ മേടിച്ചോണ്ടെന്നിട്ട് അതിലിരിക്കണ്ട്, അത് ഇങ്ങോട്ട് എടുത്തു കൊടുക്കും. നിങ്ങള് വാങ്ങിയിട്ടില്ലേക്ക? എന്തെന്നാ ഈ രജാലിനോട് ഞാൻ പറയാം. അതല്ല അല്ല വാസുട്ടിയെ, സാധനം ഇവിടെ ഇരിക്കണ്ടേ. അല്ലാണ്ടാച്ചാ പോട്ടെ, സാധനം ഇവിടെ ഇരിക്കണ്ട. ഓൾക്ക് അറിയാണ്ടാണ് ഇത് എടുത്തോണ്ട്. അപ്പൊ അതൊന്നും നോക്കിയിട്ടും കൂടി ഇല്ല. എനിക്ക് ദേഷ്യം വരെ. നിങ്ങൾ ഇന്നലെ ഒന്നും വാങ്ങി വന്നിട്ടില്ല ഇവിടെ. അല്ല എന്തിന് പനക്ക് ദേഷ്യം പറഞ്ഞാൽ ഞാൻ മേടിച്ചോണ്ടെന്ന മുതൽ ഇങ്ങോട്ട് എടുത്തോണ്ടിരാനായിട്ട് അങ്ങോട്ട് എടുത്തോണ്ടാച്ചേ. ഒന്ന് പോയി കാണുന്നു. നിങ്ങളൊന്നും വാങ്ങി വന്നിട്ടില്ല. എന്താ ഈ പെണ്ണ് പറഞ്ഞത്? മഞ്ഞപ്പൊടിയുടെ കേസല്ലേ വേണ്ട. അല്ല വാസുട്ടിയ, മഞ്ഞപ്പൊടി എന്നുള്ളല്ല മേടിച്ചോണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വീട്ടില് സാധനങ്ങൾ മേടിച്ചോണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ അവള്. അതിലപ്പോ ഇടങ്ങണ്. ഞാൻ മേടിച്ചോണ്ടെന്ന സാധനത്തിന് മഞ്ഞപ്പൊടി ഇരിക്കണ്ട, അത് എടുത്തോണ്ട. നിങ്ങൾ എന്താ പറയണ്? എന്റെ വാസേട്ടാ, മൂപ്പരിക്ക് മറവിയാണ്. ഞാൻ ഒരാഴ്ചയായിട്ട് പറയണ മഞ്ഞപ്പൊടി താന്ന് കൊണ്ടുവന്നോ? എന്തെന്നാ ഈ ഹലാക്കിനോട് ഞാൻ ഇപ്പൊ പറഞ്ഞു. മഞ്ഞപ്പൊടി എടി ഇന്നലെ ഇജ്ജ് കുളിക്കാൻ നിക്കണ നേരത്ത് ഞാൻ വന്ന് സാധനങ്ങൾ വെക്കുമ്പോ എവിടെ ചോദിച്ചപ്പോ ഞാൻ കുളിക്കാണ് ഒക്കെ ഓർമ്മണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ സാധനങ്ങൾ ഇതാ ഈ ചെമ്പിൽ വെച്ചിട്ടോന്നും ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ ശരിയെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇല്ലാന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവണേ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. എന്തെന്നാ പറഞ്ഞ ഞാൻ പറഞ്ഞേ? അല്ല മഞ്ഞപ്പൊടിയുടെ കേസല്ല ഇത്. പിന്നെ പൊട്ടനാക്കല്ലേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവണം? ഞാൻ മേടിച്ചോണ്ടെന്ന പോതില് അത് ശരിയാവില്ലല്ലോ. മഞ്ഞപ്പൊടി ഒന്നും ഇല്ലേ? മൂപ്പര് എപ്പോഴും മറക്കാണ്. അതെ ഇജിന്നെ വെറുതെ പൊട്ടനാക്കല്ലോ കേട്ടോ. ഞാൻ ഇപ്പൊ പറയണ എന്താ വെച്ചാ ഞാൻ മേടിച്ചോണ്ടെന്ന മുതലെവിടെ അയച്ചു കണ്ടോ? കണ്ടോ? അല്ല നിങ്ങൾക്ക് എന്താണ് പിരാന്താണ്? എന്താണ് നിങ്ങൾക്ക് എന്താണ്? മേടിച്ചോണ്ടെന്ന സാധനം കണ്ടോ? ഇല്ല. എന്താ നോക്കാൻ? അതിന്റെ അല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം. മഞ്ഞപ്പൊടി ഇല്ലാണ്ട് കൂട്ടാൻ വെച്ചാൽ അത് ശരിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ പൊട്ടനാവുക. അതൊന്ന് തെളിയിച്ചിട്ട് ഇനിയിപ്പോ അതെന്തൊക്കെ പറഞ്ഞാൽ ഓളുടെ കുഞ്ഞുമ്മാടെ മോള് ഇന്നലെ വന്ന് ഇവിടെ വന്നിട്ട് കല്യാണത്തിന് ഓണെന്ന് പറഞ്ഞ പണ്ടാർന്ന സ്വർണ്ണൊക്കെ അങ്ങോട്ട് ഊരി കൊടുത്ത്. ഇന്റെ പരിചയത്തിൽ ഒരാൾ വന്ന് ഇത്തിരി മഞ്ഞപ്പൊടി ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാനില്ല. ഞങ്ങളോട് ചോദിക്കണ സ്വർണ്ണ ഊരി കൊടുക്കണ ഞാൻ ഇപ്പോഴും മഞ്ഞപ്പൊടി ചോദിച്ചാ കൊടുക്കാതിരിക്കോ ഇല്ലയോ എന്നുള്ളതല്ല. ഇതിപ്പോ ഇക്ക് ഓർമ്മ ശക്തി ഇല്ല എന്നുള്ള നിലക്കായിട്ട് ഈ മഞ്ഞപ്പൊടി കൊണ്ട് എന്തൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു, ഒന്നും നടന്നിട്ടില്ല. ഇനി അത് കിട്ടിയിട്ട് പോയാൽ മതി. അങ്ങനെ അത് ശരി, അങ്ങനെ വിട്ടാൻ പറ്റുമോ? ഞാൻ മേടിച്ചോണ്ടെന്ന ഒരു മുതൽ അവിടെ ഇല്ലാന്ന് അങ്ങോട്ട് വാദിച്ചാല് കൊണ്ടുവന്നിട്ടില്ല എനിക്ക് പറയാം. കൊണ്ടുവന്നിട്ടില്ലാന്ന് മാത്രം എനിക്ക് പറയാം. ഞാൻ മേടിച്ചോണ്ടെന്ന മുതല് കൊണ്ടുവന്നിട്ടില്ലാന്ന് പറഞ്ഞോളി. എന്ത് ഈ അങ്ങനെ കാണിച്ച് കണ്ടു വെച്ചെങ്കിൽ ഇപ്പൊ ഇത് പറയോ? എന്നോട് പറയാതെ അതെ കണ്ടിട്ടില്ല എന്ന് പറയും. അല്ലാണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്നല്ല പറയാ. അത് മനസ്സിലാക്കി. ഞാൻ ഒരു മുതല് മേടിച്ച് കൊണ്ടുവന്നത് ഈ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്ത് എന്ത് അല്ലല്ല ഇന്റെ പ്രാന്തനക്ക് അറിയാലോ ഇന്ന് ചൂടാക്കാനുള്ള പരിപാടിയാണ്. മനസ്സിലാവുണ്ടോ? അല്ല പറയണ്ട. ഈ സാധനം മേടിച്ചിട്ട് പോയാൽ മതി. ഇവിടെ മേടിച്ചിട്ട് പോയാൽ മതി. എന്തേ എനിക്കറിയാലോ. ഞാൻ കൊണ്ടുവന്ന് വെച്ചാൽ മുതൽ എടുത്തോണ്ട് എനിക്കറിയാം. എന്റെ സഹായം വേണ്ട. ഇപ്പൊ കൊണ്ടാ ഇവിടെ അത് ശരി. അങ്ങനെ ഉണ്ട് ഒരു കാര്യം. ഇനി മുതലാ ഉണ്ടെങ്കിൽ അത് ചവിട്ടി കുടിക്കാൻ നോക്കി. ഞാൻ വരാം.
അങ്ങ് തരുമല്ലേ അങ്ങ് പോട്ടാ വിചാരിക്കും. മഞ്ഞപ്പൊടി കൊണ്ട് പോയിട്ടില്ല. നോക്കട്ടെ ഇത് നോക്ക് വാസുട്ടേ ഇത് നോക്കോ ഓള് പറഞ്ഞിട്ട് സകല സാധനങ്ങളും മേടിച്ചോണ്ട് തന്നെയാണ് പതുക്കെ തന്നെ പറഞ്ഞേ പതുക്കെ തന്നെ പറഞ്ഞേ ഓള് പറഞ്ഞ സാധനങ്ങളാണ് ഓരോന്ന് കാണിച്ചു കൊടുക്കേ ഇന്നലെ കംപ്ലീറ്റ് സാധനങ്ങൾ മേടിച്ചോണ്ടാ ആ സാധനങ്ങളും നോക്കിയിട്ട് കൂടിയില്ല എന്നിട്ടാണ് പറഞ്ഞത് എനിക്ക് ഏറ്റവും വെച്ചാണ് ഈ ഓർമ്മ ശക്തി ഇല്ലാന്ന് അപ്പൊ എന്താ പറയണ്ടായി അത് പറയും അത് എടുക്ക് നോക്കി കണ്ട് എടുക്ക് സാധനങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്ക് ആ എടുത്ത് കാണിച്ചു കണ്ട് എടുക്കാൻ അല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാവേ അതെന്ന് പറയണ്ടേ ഇതെന്താണ് ആ ഉലുവ എടുക്ക് ആ തേയില മഞ്ഞപ്പൊടി എടുക്ക് തേയില ആ തന്നെ ആ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ പറഞ്ഞു ശർക്കര എന്ത് മഞ്ഞപ്പൊടിയോടെ എന്താ പറഞ്ഞേ ഇന്നലെ ഇതെന്താണ് അതെ ഇത് മല്ലി പഞ്ചസാര ഇതെന്താണ് ഇത് ഇതല്ലേ അതെ ഇതെന്താണ് തേയില ഒന്നുമില്ല ശർക്കര ഉലുവ മഞ്ഞപ്പൊടി എവിടെ ഇപ്പത് മഞ്ഞപ്പൊടിയോ എവിടെ മഞ്ഞപ്പൊടി എവിടെ വാസയുടെ ചോദിക്കുന്നത് മഞ്ഞപ്പൊടി എവിടെ ഇത്ര നേരം ഇവിടെ എന്തായിരുന്നു അല്ല ഓളുന്ന മല്ലിപ്പൊടി പറഞ്ഞിട്ടുണ്ടാവും എന്നോട് നിങ്ങൾ കേട്ടതല്ലേ ഒരാഴ്ചയായിട്ട് ഞാൻ മഞ്ഞപ്പൊടി എന്നാണ് മൂപ്പരോട് പറഞ്ഞോണ്ടിരിക്കുന്നത് എവിടെ മഞ്ഞപ്പൊടി എവിടെ നിങ്ങൾ എടുക്കേ മഞ്ഞപ്പൊടി വാങ്ങി പറഞ്ഞല്ലേ നീ? അല്ല എന്താ വാങ്ങിയേക്കണ മല്ലിപ്പൊടിയാ വാങ്ങിയേക്കണത് മഞ്ഞപ്പൊടി വാങ്ങി പറഞ്ഞില്ല നീ? ഓള് പറഞ്ഞു തെറ്റിണ്ടാവുന്നേ ഞാൻ പറഞ്ഞ തെറ്റിയതൊന്നല്ല നിങ്ങളോട് ഞാൻ ഒരാഴ്ചയായിട്ട് മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞതാ എന്നപ്പോ ഉള്ളപ്പോ മല്ലിപ്പൊടി ഉള്ളപ്പോ ഇവിടെ നിങ്ങൾക്ക് തെറ്റിയല്ലോ എന്താ ചെയ്യാ നിങ്ങൾക്ക് തെറ്റിയല്ലോ മല്ലിപ്പൊടിയാ വാങ്ങി മഞ്ഞപ്പൊടിയാ വാങ്ങിയത്. മല്ലിപ്പൊടി അപ്പൊ ഇവിടെ ഉള്ളത് മഞ്ഞപ്പൊടി ഇല്ല അപ്പൊ തോറ്റല്ലോ നിങ്ങള് എന്ത് നോക്കണ എന്താ സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾക്ക് തെറ്റിയല്ലോ തെറ്റിണ്ടാവും മഞ്ഞപ്പൊടി പറഞ്ഞിട്ട് മല്ലിപ്പൊടി കൊണ്ടുവന്ന് തെറ്റി അല്ല അതല്ലെങ്കിലും അങ്ങനെയാണ് നിങ്ങൾ രണ്ടാളും എന്ത് ചെയ്താലും അത് തല തിരിച്ചേ ചെയ്യുള്ളൂ ഇപ്പൊ തന്നെ ഇന്ന് രാവിലെ ആ അണ്ടർവെയറും കൊണ്ടുവന്ന കേസ് വേണ്ട നിങ്ങളോട് മല്ലിക എന്ത് വാങ്ങാനാ പറഞ്ഞേ എന്നോട് മഞ്ഞപ്പൊടി എന്നിട്ട് എന്താന്ന് ചോദിച്ചു മല്ലിപ്പൊടി ആ അതന്നെയാണ് ഇവിടുത്തെ കേസ് ഒരാഴ്ചയായിട്ട് ഞാൻ മൂപ്പരോട് പറയാണ് മഞ്ഞപ്പൊടി എന്ന് എന്നിട്ട് എന്താ വാങ്ങിക്കൊണ്ട് വന്നേ മല്ലിപ്പൊടി തന്നെ അതന്നെ നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിങ്ങൾ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്താണ് നിങ്ങളുടെ മുലപ്പാലിന്റെ ഗുണം ഇത് അടിയുടെ